നമസ്കാരം. നമസ്കാരം ഇൻ്റർനെറ്റ്. അപ്പോൾ ഇന്നിപ്പം ഞാൻ ആദ്യമായിട്ടൊരു ഇത് കഴിഞ്ഞിട്ട് പിന്നെ അവിടുന്ന് ഇത്രയും കാര്യങ്ങളും ഓഫീസും മറ്റേ എൻ്റെ ലീവും മറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ്. ബാക്കിയുള്ള ഒരു എൻ്റർടൈൻമെൻറ്റിന് എന്തെങ്കിലും വകുപ്പുണ്ടോ എന്നുള്ളത് സമയം അനുസരിച്ചിട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ നമുക്ക് ഇവിടുന്ന് പോകാം. ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്തു, ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ഇതാണ് ഞാൻ ഇപ്പോൾ ഉപയോഗിക്കുന്ന വണ്ടി. ബുള്ളറ്റാണിത്. 500cc ആണ് വണ്ടി. ഇത് 2017 മോഡലാണ്. 2017 EFI ആദ്യമായിട്ട് ഇറങ്ങിയപ്പം ഉള്ള വണ്ടിയാണ്. ഫസ്റ്റ് EFI മോഡൽ വണ്ടികളിൽ പെടുന്നതാണ് 500cc. അപ്പം ഇതാണ് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ. ഇനിയിപ്പോൾ ഞാൻ ES ലേക്ക് പോകണം. ES ചെന്നിട്ട് അവിടെ വെച്ച് കാണാം. ES ചെന്നതിന് ശേഷം പറ്റുന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ഷൂട്ട് ചെയ്യാൻ. അവിടെ പറ്റുമെന്ന് അറിയില്ല, കാരണം അവിടെ ഷൂട്ടിംഗ് ഒന്നും അലോട്ടഡ് അല്ല. അതുകൊണ്ട് ചിലപ്പോൾ ഇനിയിപ്പം ഇടയ്ക്ക് വെച്ചിട്ടായിരിക്കും കാണുന്നത്. ES പാർക്കിങ്ങിൽ ആ ഏരിയയിലൊക്കെ കാണിക്കാൻ പറ്റും. നിങ്ങൾക്ക് ഹോസ്പിറ്റലിലേക്ക് കാണിച്ചു തരാൻ പറ്റും. പാതാളം ES. ഓക്കെ, ഇനി അവിടെ വെച്ച് കാണാം. ഇത് കയറാം. ഹെൽമെറ്റ് വെക്കണം, അത്യാവശ്യമാണ്. ഒരു കയ്യേ ഉള്ളൂ, അതുകൊണ്ടാണ് കേട്ടോ. മുഴുവനായിട്ട് കേൾക്കാൻ പറ്റുന്നോ അറിയില്ല നിങ്ങൾക്ക്. ESയിലെത്തി. ഇതാണ് ESയുടെ പാർക്കിംഗ് ഏരിയയാണത്. ബൈക്കിൻ്റെയൊക്കെ പുറത്ത് കാണുന്നത് ഡോക്ടേഴ്സിൻ്റെ പാർക്കിംഗ് ഏരിയ ആണ്. എനിക്ക് തോന്നുന്നു ഓപ്പറേഷൻ ഡേ ആണെന്ന് തോന്നുന്നു. ബുക്ക് എടുത്തില്ല, ബുക്ക് എടുക്കണം. ESയുടെ ഒരു ബുക്ക് ഉണ്ടാവും, ബുക്ക് എടുക്കണം. ഇത് കാഷ്വാലിറ്റിയിലേക്ക് പോകുന്ന വഴിയാണ്. കാഷ്വാലിറ്റി വലിയ ഹോസ്പിറ്റലാണത്. ESയുടെ ഇപ്പം എറണാകുളം ഡിസ്ട്രിക്റ്റിൽ തന്നെയുള്ളതിൽ ഏറ്റവും വലിയ ഹോസ്പിറ്റലാണ്. ഒരുപാട് വർഷം പഴക്കമുണ്ട്. എൻ്റെ മെഡിക്കൽ റെക്കോർഡ്സ് കിട്ടി. ഇപ്പം സമയം 12 മണി കഴിഞ്ഞു. സമയം 12:15 ഇപ്പം. ഓൾറെഡി 12:15 സമയം. ഇനിയിപ്പം ഇതിൻ്റെ കോപ്പി എടുക്കണം. ഇത് കൊണ്ടുപോയി ESയിൽ ബ്രാഞ്ച് ഓഫീസിൽ കൊണ്ടുപോയി കൊടുക്കണം. ESയിൽ എൻ്റെ വർക്ക് കഴിഞ്ഞായിരുന്നു. അതുകൊണ്ട് ഞാനിപ്പം എൻ്റെ ലോക്കൽ ഓഫീസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്കമാലിയിൽ പോയിട്ട് അടുത്ത സ്ഥലം മൂത്തന്നൂരാണ്.
ബ്രാഞ്ച് ഓഫീസിൻ്റെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ്, അതായത് ലോക്കൽ ഓഫീസ്. കരിമ്പ് ജ്യൂസ് കുടിക്കാമെന്ന് വിചാരിച്ച് നിർത്തിയതാണ്. ഇപ്പോൾ കുറച്ച് ദൂരം ഓടിച്ചല്ല, രാവിലോട്ട് ഓടുക. കരിമ്പ് ജ്യൂസ് കുടിക്കാൻ വേണ്ടി നിർത്തിയത്. കരിമ്പ് ജ്യൂസ് കുടിച്ചു. ഇനിയിപ്പം പറഞ്ഞ മാതിരി വെള്ളം കുറയുന്നുണ്ട് ഇടയ്ക്കിടയ്ക്കിടയ്ക്ക്. ശരീരത്തെ വെള്ളം കുറഞ്ഞ് എനിക്ക് തോന്നുന്നത് കുറച്ച് നല്ലതാണ്. കരിമ്പ് ജ്യൂസ് ആകുമ്പോൾ എൻ്റെ ഷുഗർ കൂടി നമുക്ക് കിട്ടും. ഷുഗർ ലെവൽ കുറയാതിരിക്കാൻ വേണ്ടി നല്ലതായിരിക്കും. അങ്ങോട്ട് പോകുമ്പോൾ കണ്ടൊരു പള്ളിയാണിത്. ദിവസം നോക്കി അങ്കമാലി എത്താറായി. അങ്കമാലി ബ്രാഞ്ച് ഓഫീസ് എത്താറായി. ഇവിടെ ബ്രാഞ്ച് ഓഫീസിലെ പരിപാടിയും കഴിഞ്ഞു. ഇനിയിപ്പം മൂക്കന്നൂർ അവിടത്തേക്കാണ് പോകേണ്ടത്. മൂക്കന്നൂർ എന്നിട്ട് കാണാം. പോകുന്ന വഴി പ്രത്യേകിച്ച് കാണാനില്ല. ഇവിടെ ഇതാണ് ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റല്. LF അങ്കമാലി LFൻ്റെ ഫ്രണ്ടിലായിട്ടാണ് ഈ ബ്രാഞ്ച് ഓഫീസ് വരുന്നത്. കണ്ണ് ഓപ്പറേഷന് ഫേമസ് ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റലാണ്. ഭയങ്കര വലിയ കണ്ണിൻ്റെ ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണത്. വടക്കോട്ട് തിരിഞ്ഞാൽ മതിയാവും. മൂക്കന്നൂരത്തെ പരിപാടി കൊണ്ട് തീർന്നു. മൂക്കന്നൂരത്തെ കൊണ്ട് തീർന്നതിനപ്പോഴേക്കും മടുത്തു. ഇനി മുന്നോട്ട് പോകാൻ വയ്യ. സമയം ഒരുപാടായി. ഇന്ന് ഓൾറെഡി ഇപ്പം 2:30 ആവുന്നു. ഇനിയിപ്പം തിരിച്ച് വീട്ടിലേക്ക് പോവാം. വീട്ടിലേക്ക് ചെല്ലാനായിട്ട് ഇവിടെ നിന്നൊരു 3/4 മണിക്കൂർ. അപ്പോൾ ഒരു 3-3:30 ആകുമ്പോഴേക്കും ഏകദേശം വീട്ടിൽ ചെല്ലും ഞാൻ. അപ്പം ഇന്നത്തെ കൊണ്ട് ഇവിടെ കൊണ്ട് ഈ വീഡിയോ നിർത്തുക. ഇന്നത്തെ പ്രോഗ്രാം ഇത്രയേ ഉള്ളൂ. ജസ്റ്റ് ഞാൻ ഒരു ദിവസം നടത്തുന്ന ഓരോ പരിപാടികളെക്കുറിച്ച് എന്താ ചെയ്തെന്നുള്ളതേ ഉള്ളൂ. റോഡിൽ നിൽക്കുക, ഒരുപാട് വണ്ടികൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഞാൻ അടുത്തൊരു വീഡിയോ ചെയ്യുന്നത് ഇനി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു വീഡിയോ ചെയ്യാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് എറണാകുളത്തുള്ള കുറച്ച് കാഴ്ചകൾ കാണിക്കാം.
സാധാരണ എല്ലാവരും കണ്ടിട്ടില്ലാത്ത എറണാകുളത്തെ പറ്റി പറയുമ്പോൾ നമ്മൾ സാധാരണ പറയുക എറണാകുളം സിറ്റി, ലുലു മാള് അങ്ങനെയൊക്കെ അല്ലേ. ഇനി വേറൊരു കാഴ്ച കാണിച്ചു തരാം എറണാകുളത്തിൻ്റെ. അടുത്ത വീഡിയോ വരുന്നവരെ വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയും വരെ നിങ്ങൾ കണ്ടെന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാരുടെ അടുത്തൊക്കെ പറയുക. ഓക്കെ, ഒന്ന് പ്രോത്സാഹനം തന്നു കഴിഞ്ഞാൽ കൂടുതൽ നന്നാക്കാൻ പറ്റും നമുക്ക് നമ്മുടെ വീഡിയോകളെല്ലാം. ഓക്കെ, നല്ല നല്ല സ്ഥലങ്ങളും നല്ല നല്ല കാഴ്ചകളും കാണിച്ചു തരാനായിട്ട് എന്നെക്കൊണ്ട് ഇനിയും സാധിക്കട്ടെ. നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ അനുസരിച്ചിട്ടിരിക്കും അതൊക്കെ ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോഴത്തേക്ക് നിർത്തുവാണ്.